എനിക്ക് മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾ എന്റെ പിന്നാലെ കൊണ്ടുപോകാൻ നോക്കി വന്നിട്ടുള്ള കാര്യമല്ലേ. ഇവിടെ നടക്കുന്ന സംഗതികൾ വേറെ നിങ്ങൾക്ക് അറിയില്ലേ. ഇവിടെ തിരക്കൂട്ടിയിട്ട് യാതൊരു കാര്യം നിങ്ങളാക്കെല്ലാം കുന്നിട്ടെല്ലാം എടുത്ത് പോയി കാണി ഒരു കാര്യം നടക്കൂല. വെറുതെ എന്റെ പിന്നാലെ നടക്കണേ. അതല്ലേ ആ വരിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ വരിയിൽ നിൽക്കുന്ന ആൾക്കാര് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ള നല്ല നെയ്യത്തും വെച്ച് വന്ന ആൾക്കാരാണ് ആ കാണുന്ന ആൾക്കാര്. അസ്സലാമു അലൈക്കും മുത്തുമണികളെ. നമ്മളെ 100-201 തുടങ്ങിയിട്ട് ഇപ്പോ സുമാർ 2 കൊല്ലമായിരിക്കാണ്. വളരെ വമ്പൻ വിജയത്തിലാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർണം കിട്ടണമെങ്കിൽ ഇപ്പൊ യാതൊരു കണക്കൂല, കണ്ടമാന പൈസയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എണ്ണി തിട്ടപ്പെടുത്താനും മറ്റുള്ള കാര്യങ്ങൾക്കും ഓൺലൈനായിട്ട് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 സ്റ്റാഫിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ളവർ നമ്മളെ ഓൺലൈൻ ചെക്ക് ചെയ്യുക, അതിൽ അപേക്ഷിക്കുക. പിന്നൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരിപാടിയിൽ ഒരുപാട് ആൾക്കാർ പിന്നെ സ്വർഗത്തിലെത്തിയ ആൾക്കാരുണ്ട്. ഓലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്തിയ ആൾക്കാരെ ആരൊക്കെയാണെന്ന് കാണിച്ചു തരാം, എത്താൻ പോണ ആൾക്കാരെ കാണിച്ചു തരാം. അതുപോലെ ഒന്നിനും പെടാതെ ഇതിനെ കുറ്റം പറഞ്ഞും ലെഫ്റ്റ് അടിച്ചും വേണ്ടെന്നോ വേണ്ടാത്തതെല്ലാം പറഞ്ഞ ആൾക്കാർ മറുവശത്ത് നിന്ന് കരയുന്നതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോ ഇന്നത്തെ നമ്മുടെ പരിപാടിക്ക് പിന്നെ കുറച്ച് മാലയും കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഏറ്റുവാങ്ങേണ്ടതായിരിക്കും. അതുകൊണ്ടാണ് കൊണ്ടുവരിക, ആ മാല കൊണ്ടുവരിക. 2 ചെറിയ മാലയാണ്. ഇതാ 2 ചെറിയ മാല. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, മുബാറക്കല്ലാ. ഇതിപ്പോ സുമാർ ഒരു 4 പവനോ 4-5 പവനും കാണും. അതുകൊണ്ട് ആ തന്ന മഹദിക്കും ആ മഹദിയുടെ കുടുംബത്തിനും ബർക്കത്തും റഹ്മത്തും നൽകണേ. നിങ്ങൾ വിചാരിക്കും ഞാനാണിപ്പോ ഞാൻ വലിയ ഒരു വിവരം, എനിക്കൊരു വിവരമല്ല. ഞാൻ സാധാരണക്കാരനൊരു മനുഷ്യനാണ്, എനിക്ക് ഒരു വിവരമല്ല. പിന്നെന്താണ്, ഇത് സ്വർഗത്തിൽക്കും നരകത്തിൽക്കും ഒക്കെ ആക്കണ ആരാന്ന് വെച്ചാൽ അത് ഞാനാണ്, അല്ലാതെ അത് വേറെ കാര്യം കൊണ്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുണ്ട്. ഇന്നെന്താ കൊണ്ടുവരിക, എന്താ കൊടുക്കണേ? അള്ളാഹ് ഒരു സഹോദരി 2 വള ഉണ്ട്. 2 വള എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1.5 പവൻ ഉണ്ടാവും അല്ലേ, 1.5 പവൻ. അപ്പൊ അതറിയിക്കട്ടെ. നല്ലൊരു മാല കൊണ്ടിട്ടുണ്ട്. ആ സഹോദരിക്ക് ദുനിയാവിലും ആഖിറത്തും അള്ളാഹ് ഖൈറ് ചെയ്യട്ടെ. അതിനോടൊപ്പം ഞാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ എല്ലാ മുറാദത്തിലും ഞാൻ ബില്ലനെ ശരിയാക്കി തരാം. അത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ മുത്തുമണികളെ, നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ നിങ്ങൾ എല്ലാ ആൾക്കാരോടും, നിങ്ങളെ കൂട്ടുകുടുംബത്തിലും നിങ്ങളെ അയൽവക്കക്കാരും നിങ്ങളെ നാട്ടുകാരോടും നിങ്ങളെ എല്ലാ മതസ്ഥരോടും എല്ലാ ജാതി മത വിശ്വാസമില്ലാതെ എല്ലാവരോടും പറയാം. എന്താ, ഒരു പേരും പേടിച്ചല്ല. ഇന്ന മനസ്സിലായി വിചാരിച്ചിട്ട് പോകുന്നവഴി നിങ്ങളെ എന്ത് ദണ്ണുണ്ടെങ്കിലും ഇവിടുന്ന് മാറുന്നതാണ്, മാറ്റിത്തരുന്നതുമാണ്. ഒരു പ്രശ്നവും നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ഇന്റെ കഴിവല്ല. പിന്നെ ആരുടെ കഴിവാന്ന് വെച്ചാൽ ഇന്റെ കഴിവ് തന്നെയാണ്. അത് ഞാൻ പറയില്ല. ഇന്റെ കഴിവ് ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും വരിക, എല്ലാവരും നമ്മൾ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുക, മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് നിങ്ങളോട് കാര്യമായ വിവരങ്ങൾ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ ഇതുവരെ നിങ്ങളെ ഒന്നും കണ്ടിട്ടില്ല, കാണാൻ പോവുകയാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു വിഭാഗം ആൾക്കാര് എന്തിനാ സ്വർഗത്തേക്ക് പോകാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഒരു വിഭാഗം ജനങ്ങൾ സ്വർഗത്തിൽ വന്ന് പൂന്തോട്ടത്തിൽ ഇങ്ങനെ ഉല്ലസിക്കുന്ന ഭാഗങ്ങളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും അതുപോലെ വേണ്ടതും വേണ്ടാത്തതും സോഷ്യൽ മീഡിയയിൽ വിളംബരം ചെയ്യുന്നതുമായ കുറച്ച് വ്യക്തികൾ അവരിൽ നിന്ന് അട്ടഹാസിക്കുന്നു. അവർ സ്വർഗത്തിലേക്ക് എത്തിയിട്ടില്ല, അവർക്ക് എത്താൻ വളരെ പ്രയാസമാണ്, കഴിയുകയില്ല, ഒരിക്കലും കഴിയുകയില്ല. കാരണം അവര് ഈ പരിപാടിയെ അങ്ങേയറ്റം വിമർശിച്ചവരാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും, പിന്നെ ഒരു കാര്യം, എല്ലാവർക്കും ചോറ് തന്നോന്നില്ലല്ലോ. കാരണം ഈ കണ്ടപ്പെട്ട ആൾക്കാർക്ക് പറഞ്ഞ് ചോറ് തരാമെങ്കിൽ ഇപ്പൊ പിന്നെ കുറച്ചൊക്കെ വെച്ചിരിക്കണം. പിന്നെ ഇനി കിട്ടുമെങ്കിൽ അവിടെ ഹോട്ടലുണ്ട്, അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇഷ്ടം പോലെ നല്ല ഭക്ഷണം അവിടെ ഹോട്ടലുകളുണ്ട്, അവിടെ നിങ്ങൾക്ക് കഴിച്ചു പോകാം.
പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾ പിന്നെ ഈ പരിപാടി ഫുള്ള് വീക്ഷിച്ച് പിന്നെ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കണ്ടുപോവുക. പിരിഞ്ഞു പോകുമ്പോ പിന്നെ എന്താണ് തിക്കും തിരക്കൊന്നും ഇല്ലാതെ പോവുക. കാരണം ആൾക്കാർ കൂടിയതല്ലേ. അതുകൊണ്ട് പിന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഓലെ പറയുന്ന അനുസരിച്ച് പോവുക. മനസ്സിലായില്ലേ? അതായത് ആ വരിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ വരിയിൽ നിൽക്കുന്ന ആൾക്കാര് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ സ്വർഗത്തിലേക്ക് പോകണമെന്ന് നല്ല നെയ്യത്തും വെച്ച് വന്ന ആൾക്കാരാണ് ആ കാണുന്ന ആൾക്കാർ. അത് ആ പിന്നെ വരിയിൽ ഇങ്ങനെ കാണുന്നുണ്ടില്ലേ, വട്ടത്തിൽ ഇങ്ങനെ കാണുന്നുണ്ടില്ലേ, ആ നിൽക്കുന്ന ആൾക്കാർ ശരിക്കും പിന്നെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഉദ്ദേശത്തിൽ വന്നവരാണ്. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തെ ഭാഗം കാണുന്നത് ആ പൂന്തോട്ടം കാണില്ല, അത് പൂന്തോട്ടം ഇങ്ങനെ കാണാനില്ല. ആ പൂന്തോട്ടത്തില് സ്വർഗത്തിലെത്തിയവർ ഉല്ലസിച്ച് കളിക്കാണ്. അവര് കണ്ടില്ലേ, എന്ത് ആഹ്ലാദത്തിലാണ് നടക്കുന്നത്. അത് നോക്കി അത് കണ്ടില്ലേ, അതാണ് ഈ പരിപാടിയിൽ പങ്കെടുത്താല്. അതുപോലെ ആ സ്വർഗത്തിന്റെ ആ പൂന്തോട്ടത്തിൽ കൂടി ഇങ്ങനെ നിൽക്കാനില്ലേ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ മറുപക്ഷം അപ്പുറത്താ കാണുന്നുണ്ടല്ലോ, ആ കാണുന്ന ആൾക്കാരാണ് പിന്നെ ഈ പരിപാടിയെ അങ്ങേയറ്റം വിമർശിച്ച് പിന്നെ പറഞ്ഞ ആൾക്കാരാണ് അതാ നിൽക്കണത്. ഒക്കെ പാടകൾ കൂടായിട്ട് നിൽക്കണത്. അപ്പൊ നിങ്ങൾ ആ കാണുന്നതാണ്. അവരിതിനെ വിമർശിച്ചിട്ടും പരിഹസിച്ചും നടന്നവരാണ്. അവർക്ക് ഒരു രക്ഷയില്ല, കടക്കാവ് യാതൊരു സയൻസും കാണില്ല. അത് ഏതായാലും ഇപ്പൊ ഇന്ന് പിന്നെ അടുത്ത പരിപാടിയിൽ ബാക്കി നമുക്ക് പറയാം. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇന്നത്തേക്ക് നമ്മൾ പരിപാടി പിരിച്ചു വിട്ടതായത് പിന്നെ ഞാൻ പ്രഖ്യാപിക്കുന്നു.